തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. UK BSc നഴ്സിംഗ് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഏതാണെന്നാണ് ഈ ലിസ്റ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 7ഓളം യൂണിവേഴ്സിറ്റീസ് ഓൺ ആൻ ആവറേജ് ഒരു 16,000 to 18,000 ഉള്ളിലാണ് ഈ ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റീസിലെല്ലാം ഏകദേശം ഫീസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇതിൽ തന്നെ ഈ കോഴ്സ് ഇതിന് ശേഷം നമ്മളുടെ മാർക്കിൻ്റെ മെറിറ്റ് ബേസ് ചെയ്തിട്ട് ഇതിന് പുറമെ നമുക്ക് സ്കോളർഷിപ്പും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് ചില യൂണിവേഴ്സിറ്റീസ് IELTS മാൻഡേറ്ററി ആയിട്ട് പറയുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എന്നാൽ മറ്റ് പല യൂണിവേഴ്സിറ്റീസും IELTS വേവറും നമ്മുടെ മാർക്കിനെ ബേസ് ചെയ്ത് തരുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട്. +2 ഇംഗ്ലീഷിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് BSc നഴ്സിംഗിന് നമുക്ക് IELTS വേവർ കിട്ടുക. ഓൺ ആൻ ആവറേജ് നമുക്കൊരു 70% ആൻഡ് എബവ് ഇംഗ്ലീഷിന് മാർക്കും അതുപോലെ തന്നെ മറ്റ് സബ്ജക്ട്സിനും ഏകദേശം ഒരു 75% ആൻഡ് എബവ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് BSc നഴ്സിംഗ് വിത്തൗട്ട് IELTS നമുക്ക് UK യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ മെയിൻ യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റ് ഞാനിതിൽ പറയാം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ടീസൈഡ് യൂണിവേഴ്സിറ്റിയാണ്. ഔട്ടർ ക്യാമ്പസിലാണ്, ലണ്ടൻ ഔട്ടറാണ് യൂണിവേഴ്സിറ്റി ഉള്ളത്. ലണ്ടനിലും ക്യാമ്പസ് ഉണ്ട്, പക്ഷേ BSc നഴ്സിംഗ് അവിടെ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി. ലണ്ടൻ്റെ അകത്ത് തന്നെ ക്യാമ്പസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി. ഏകദേശം 16,500 ഒക്കെയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. അതിന് പുറമെ സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ലാങ്കാഷെയർ. ലണ്ടന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയാണ്, ബർമിംഗ്ഹാം റീജിയനിലാണ്. ഏകദേശം 16,500 ആണ് അവരുടെ ട്യൂഷൻ ഫീസ്. അതിന് പുറമെ മാർക്ക് ബേസ് ചെയ്ത് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യണ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. വേറെ യൂണിവേഴ്സിറ്റിയാണ് UWE, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്. വെയിൽസ് റീജിയനിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. 17,000 ഉള്ളിലാണ് ഫീസ് വരുന്നത്. അതിന് പുറമെ സ്കോളർഷിപ്പും അവൈലബിൾ ആണ്. IELTS വേവറിൻ്റെ ഓപ്ഷനും ഈ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബോൾട്ടൺ. ഏകദേശം 17,000 ഫീസ് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതിന് പുറമെ സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബോൾട്ടൺ. സദർലാൻഡ് യൂണിവേഴ്സിറ്റി മറ്റൊരു യൂണിവേഴ്സിറ്റി, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ലണ്ടനിൽ നിന്ന് വളരെ നിയർ ബൈ ലൊക്കേഷനിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സദർലാൻഡ് യൂണിവേഴ്സിറ്റി. പിന്നെ ഇതിന് പുറമെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് റോഹാംപ്ടൺ ആണ്. വിത്തൗട്ട് IELTS MOA ബേസിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ ഫീസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പക്ഷേ അത്യാവശ്യം ഒരു 70% എബവ് മാർക്കുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 3,000 to 5,000 പൗണ്ട് സ്കോളർഷിപ്പ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഫീസ് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 15,000 പൗണ്ടിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആനുവൽ ഫീസ് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് റോഹാംപ്ടൺ. ഇതെല്ലാമാണ് പ്രധാനമായിട്ടും അഫോർഡബിൾ ഫീസിൽ നമുക്ക് BSc നഴ്സിംഗ് പുറത്ത് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ്, UK ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ്. ഇതിൽ തന്നെ 2-3 യൂണിവേഴ്സിറ്റീസ് IELTS മാൻഡേറ്ററി ആണ്. ഇൻഡിവിജ്വൽ 5.5 എങ്കിലും വേണം, ബാൻഡ് സ്കോർ 6 വേണം. മറ്റ് പല യൂണിവേഴ്സിറ്റികൾക്കും നമുക്ക് നമ്മുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് IELTS വേവർ കിട്ടും. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ BSc നഴ്സിംഗിന് എൻട്രി ഉള്ളൂ എന്നുള്ളതാണ്. അത് ബയോ സയൻസ് ചെയ്ത സ്റ്റുഡൻസ് ആയിരിക്കണം. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും നമുക്ക് BSc നഴ്സിംഗിന് ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു സാഡ് റിയാലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ BSc നഴ്സിംഗ് സെപ്റ്റംബർ ഇൻടേക്ക് 2025 നോക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ അറിയാനും IELTS വേവറിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് പ്ലീസ് കോൾ us. ഇതിൽ മിക്കവാറും യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ NMC രജിസ്ട്രേഡ് ആണ്. അതിൻ്റെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കോഴ്സിൻ്റെ മെയിൻ മൊഡ്യൂൾസിലെ ഒരു മൊഡ്യൂൾ നിങ്ങളുടെ NMC രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് NMC രജിസ്ട്രേഷൻ കിട്ടുകയും അതിനുശേഷം NHSൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നേഴ്സായിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ കോഴ്സ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. സോ BSc നഴ്സിംഗ് ആണ് നിങ്ങൾ നോക്കുന്നത് സെപ്റ്റംബർ ഇൻടേക്ക് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.